നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്കിന്റെ 43ാം വാർഷിക സമ്മേളനം നടന്നു. മതസൗഹാർദ്ദത്തിന് മാതൃകയായി കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദും. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്കിന്റെ 43ാം വാർഷിക സമ്മേളനം നടന്നു. ബ്ലോക്ക് KSCSL പ്രസിഡന്റ് ജോഷി P.A. പതാക ഉയർത്തി. 43ാമത് വാർഷിക സമ്മേളനം KSCSL ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പ് പറയുന്നതാണ് നിങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. അതൊരു പ്രോബ്ലമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ അംഗസംഖ്യ ശരിയായ രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സംസ്ഥാനത്തില്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഇല്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സംഘടന നിലനിർത്തണമെങ്കിൽ ശരിയായ ഒരു അംഗസംഖ്യ നമ്മൾ സർക്കാരിലേക്ക് അടുത്ത് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അംഗസംഖ്യ പുതുക്കുക എന്നുള്ളത്. പുതുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ തൃശ്ശൂർ ജില്ലക്കാരിൽ പുതിയ ഐഡന്റിറ്റി കാർഡ്, മറ്റുള്ളവർക്ക് പേപ്പർ ഐഡന്റിറ്റി കാർഡാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ലാമിനേറ്റഡ് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജില്ല എല്ലാവർക്കും സൗജന്യമായിട്ട് തരും. അതിനൊരു ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി യാതൊരു പൈസയുമില്ല, ടോട്ടൽ 0 ആണ് അവരുടെ കയ്യിലുള്ള അക്കൗണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് ജോഷി P.A. അധ്യക്ഷത വഹിച്ചു. താന്യം യൂണിറ്റ് പ്രസിഡന്റ് ഷനിത് തൈവളപ്പിൽ അനുശോചനം രേഖപ്പെടുത്തി. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VK മുകുന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് ട്രഷറർ A. പത്മനാഭൻ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ശ്രേഷ്ഠ വയോധികരെ ആദരിക്കലും A. ഗോപാലകൃഷ്ണൻ സ്മാരക ധനസഹായ വിതരണവും ഡോക്ടർ രാഘവ മേനോൻ സ്മാരക സഹായ നിധി വിതരണവും നടത്തി. മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, മഹിളാ വിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് ജിൻസി തോമസ്, അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് PK മാധവൻ, ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് PC കൃഷ്ണൻ, മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KG വാസുദേവൻ, താന്യം യൂണിറ്റ് പ്രസിഡന്റ് ഗോപിനാഥൻ TR, ചെർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് T, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ C, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് രാമു B. അമ്പാട്ട്, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് AG ശിവലാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MV കുമാരൻ, ബ്ലോക്ക് ഓർഗനൈസേഷൻ സെക്രട്ടറി രതീന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റിന്റെ 34ാമത് വാർഷിക സമ്മേളനം പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NE പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ സംബന്ധിച്ച് ദീർഘകാലം ജോലിയെടുത്ത് വിശ്രമിക്കേണ്ട സമയത്ത് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാമല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാമല്ലോ. ഇപ്പൊ സുശീലത്തെ ചിലപ്പോഴുള്ള ആളുകൾ വിഷമങ്ങൾ കുറെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ച് വേണമെങ്കിൽ മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഈ കാലമെന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ഒക്കെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സതീദേവി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PN പ്രദീപ് കുമാർ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താന്യം യൂണിറ്റ് സെക്രട്ടറി രാജൻ പാറേക്കാട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ AK രാജൻ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TS വിശാലാക്ഷി ടീച്ചർ, യൂണിറ്റ് രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം PK പീതാംബരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TK രാധാമണി, മുൻ ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, EV ഉണ്ണികൃഷ്ണൻ, M സതീദേവി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ VK ഉഷ, NS ജയകുമാർ എന്നിവർ സംസാരിച്ചു. ശേഷം 2026-27 വർഷത്തേക്കുള്ള
ഘട്ടത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് വരണാധികാരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത് നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയിലെ CPM BJP അശുദ്ധ കൂട്ടുകെട്ടിനെതിരെ UDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണി നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ, നിരന്തരമായ സമരങ്ങളിലൂടെ, നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയതിൻ്റെ പ്രതിഫലനമാണ് 2025 ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുകയുണ്ടായി. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 9 സീറ്റാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 8 സീറ്റ് ലഭിച്ചു. തൊട്ടടുത്ത് BJPക്ക് 5 സീറ്റ് ലഭിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ UDF ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. UDF പഞ്ചായത്ത് ചെയർമാൻ PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, വലപ്പാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, മെമ്പർമാരായ ഉഷ ബാബു, ഗീത രാമദാസ്, ബ്ലോക്ക് മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ CPIM, SDPI, CPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം ചേർന്ന യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചു 10 സീറ്റ് നേടിക്കൊണ്ട് പ്രതിപക്ഷമായി 6 സീറ്റ് നേടി BJP വിജയിച്ചു. 3 സീറ്റുകളിൽ BJPക്ക് 15-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. മറ്റ് 2 സീറ്റുകളിൽ 45-ൽ താഴെ വോട്ടുകൾക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വാടാനപ്പള്ളി പഞ്ചായത്തിൽ നേരത്തെ സൂചിപ്പിച്ച അവിശുദ്ധ മുന്നണി വർഗീയ കൂട്ടുകെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വാടാനപ്പള്ളിയുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഈ വേദിയിൽ ഇരിക്കുമായിരുന്നു എന്നുള്ളതാണ്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആമുഖ പ്രഭാഷണം നടത്തി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OBC മോർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പരങ്ങനാട്ട്, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, SC മോർച്ച സ്റ്റേറ്റ് സെൽ കൺവീനർ ശ്രീജിത്ത് KB, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷാലി സുധീർ, ശ്രുതി അജിത്, ശ്രീജ സുജിത്, ഷീന സുബ്രഹ്മണ്യൻ, BJP വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ആദരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16-ൽ നിന്ന് വിജയിച്ച വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത VV സജീന്ദ്രൻ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 9-ൽ നിന്ന് വിജയിച്ച ഏരിയ എക്സിക്യൂട്ടീവ് അംഗം KA അജയകുമാർ, അതിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 2-ൽ നിന്ന് വിജയിച്ച വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി പൊലിയേടത്ത്, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വാർഡ് 7-ൽ നിന്ന് വിജയിച്ച EV പ്രബീഷ് എന്നിവരെയാണ് ആദരിച്ചത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി. സെക്രട്ടറി VV സജീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി KV മനോഹരൻ എന്നിവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന് മാതൃകയായി കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദും. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. 25ഓളം ക്ഷേത്രങ്ങളുടെയും കാഞ്ഞിരപ്പള്ളിയുടെയും കരയാമുട്ടം ജുമാ മസ്ജിദിന്റെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ഗജവീരൻ ചിറക്കൽ പരമേശ്വരനാണ് ദേവിയുടെ തിടം വീരുന്നത്. നിരവധി ഭക്തജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും വഴിപാട് സമർപ്പിച്ചുകൊണ്ടും ദേവിയെ വരവേറ്റു. കാഞ്ഞിരപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് മഹൽ കമ്മിറ്റി സെക്രട്ടറിയായ അബ്ദുള്ളക്കുട്ടി, വൈസ് പ്രസിഡന്റ് ജമാലുദ്ദീൻ, കമ്മിറ്റി മെമ്പർമാരായ കരീം പോക്കാക്കില്ലത്ത്, ഇസ്മായിൽ മുനാക്കപ്പറമ്പിൽ, സേതു മുഹമ്മദ് എന്നിവർ സ്വീകരണം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കുടിവെള്ളം മുടങ്ങി. വാടാനപ്പള്ളിയിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ നൌഫൽ വലിയകത്താണ് വാടാനപ്പള്ളി വാട്ടർ അതോറിറ്റി ഓഫീസിലെ AE അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് പമ്പിംഗ് നടത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചുവെങ്കിലും വാർഡിൽ വെള്ളം എത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് 2 ദിവസം മുൻപ് വാർഡ് മെമ്പർ നേരിട്ടെത്തി AEയെ കണ്ട് പരാതി അറിയിക്കുകയും പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഉറപ്പ് നൽകി 2 ദിവസം പിന്നിട്ടിട്ടും പമ്പിംഗ് നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഓഫീസ് പൂട്ടി പോകാൻ ഒരുങ്ങിയ ഉദ്യോഗസ്ഥരെ വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത് തടഞ്ഞുവെച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പരിശോധിക്കുകയും അടുത്ത ദിവസം തന്നെ പമ്പിംഗ് പുനരാരംഭിച്ച് വാർഡിലേക്ക് വെള്ളമെത്തിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഇപ്പൊ വിട്ട ഫുള്ള് വെള്ളം തീർന്നോ ടാങ്കില്? ഇനി പമ്പിൽ കയറണം. ഇനി ഇവര് അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യും, നാളെ കൂടെ കിട്ടിയില്ല ഞാനിവിടെ വരാം. മറുപടി നാളെ രാവിലെ അല്ല ഞാനിവിടെ ഉണ്ട്. തലമുറൊക്കെ 24 മണിക്കൂർ ഞാൻ അവൈലബിളാ. ഞാനിവിടെ വന്നിട്ട് അല്ല വേണം. നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം നോക്കണം. അത് ഇപ്പോഴും ഞാൻ മനസ്സിലായതേ ജനങ്ങളെ പറഞ്ഞ ബുദ്ധിമുട്ടില്ല. നമ്മളിവിടെ നിന്നിട്ട് ഇതിനെ കാര്യമില്ല. കാരണം ഇനി അത് പമ്പ് ചെയ്ത് കയറി അവിടെ എത്തണ്ടേ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ഇരണയിഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. താലപ്പൊലിയേന്തിയ സ്ത്രീജനങ്ങളും നിരവധി കുടുംബാംഗങ്ങളും മറ്റു ഭക്തജനങ്ങളും ഗ്രാമപ്രദക്ഷിണത്തെ അനുഗമിച്ചു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും ചെണ്ടമേളവും കരിമരുന്നു പ്രയോഗവും ഗ്രാമപ്രദക്ഷിണത്തിന് കൊഴുപ്പേകി.
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രകാശൻ തന്ത്രിയും മേൽശാന്തി ധനേഷ് ശാന്തിയും മുഖ്യ കാർമ്മികരായി. വൈകിട്ട് 7 മണിക്ക് സുപ്രസിദ്ധ നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട് കച്ചേരിയും അരങ്ങേറി. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EVS, ട്രഷറർ ഷൈജു ES എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 20-നാണ് ഉത്സവം. അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Krishna. ആവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് EU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. 17 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് തുടങ്ങി വെച്ച് ശ്രീ പത്മനാഭനും അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി വന്നിട്ട് എന്നെ ക്ഷണിച്ച് അങ്ങനെയാണ് അവിടെ വരുന്നത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഈ കാണുന്ന ചിട്ടയും നിങ്ങൾക്കൊക്കെ അറിയാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. എങ്കിൽ കൂടി ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിലാതെ ആലോചിക്കുകയാണ്, ഈ കാലഘട്ടങ്ങളിലെ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം തന്നെ വരുന്ന മാറ്റങ്ങൾ ക്ഷേത്രത്തിനായാലും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കായാലൊക്കെ മാറ്റം വരുന്നുണ്ട്. നമുക്ക് മനുഷ്യന്മാർക്കുള്ളതുപോലെ തന്നെ ചില ദുരവസ്ഥകളൊക്കെ ഈ തരത്തിലുള്ള സങ്കല്പങ്ങൾക്കും ഉണ്ടാവും എന്ന് നമ്മൾ കരുതണം. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഈ സപ്താഹവായന ആരംഭിച്ചതിന് ശേഷം വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് സത്യം പറഞ്ഞാൽ വലിയ വലിയ വ്യത്യാസമാണ് ഈ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ളത്. ക്ഷേത്രസമിതി പ്രസിഡന്റ് തങ്കമണി പുറക്കോട്ട് അധ്യക്ഷത വഹിച്ചു. TV അവതാരകനും സംവിധായകനുമായ ഹരി P. നായർ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രസമിതി യജ്ഞാചാര്യൻ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി, സെക്രട്ടറി രാമചന്ദ്രൻ VK, മുഖ്യ രക്ഷാധികാരി രാംകുമാർ കാട്ടാനിൽ, കേരള ക്ഷേത്രവാദികൽ അക്കാദമി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, രക്ഷാധികാരി ക്ഷേത്രസമിതി ജോയിന്റ് സെക്രട്ടറി സതീഷ് കിഴക്കോട്ടിൽ, ആവണി ഗംഗ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന്റെ കൂഴുതുറക്കൽ ശുശ്രൂഷ നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാകുമാരിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളിന്റെ പ്രസിദ്ധേന്തി വാഴ്ച കൂടതുറക്കൽ ശുശ്രൂഷകൾ ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരിമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോർജ് വടക്കൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
കോട്ടം മാട്ടുമ്മൽ കുറുമ്പിലാവ് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 7-8 വാർഡുകളിൽ കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കോട്ടം മാട്ടുമ്മൽ കുറുമ്പിലാവ് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ നിർവഹിച്ചു. പട്ടികജാതി കുടുംബാംഗങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന പ്രദേശങ്ങളുടെ വികസനമാണ് ഈ പദ്ധതിയിലൂടെ കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ദീപ് ചടങ്ങിൽ മുഖ്യാതിഥികളായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NC സതീഷ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി TS, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കല്യാണിക്കുട്ടി രാജൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മേനക ടീച്ചർ, VR ബിജു, റിൻസി നാസർ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമതി സുബ്രഹ്മണ്യൻ, ഗിരീഷ് KS, സുനില PK, സുബി രഘു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ ദിജി MT എന്നിവർ സംസാരിച്ചു. മാർച്ച് 1 നടക്കുന്ന എടതിരുത്തി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. നാട്ടിക SNDP യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് സംയോജക് ജ്യോതിബാസ് തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും എല്ലാ വിഭാഗം സമുദായ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഹിന്ദു ഏകതാ സമ്മേളനം നടത്താൻ യോഗം തീരുമാനിക്കുകയും 101 അംഗ പ്രവർത്തക സമിതിയെയും തിരഞ്ഞെടുത്തു. ഭാരവാഹികളായി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, വൈസ് ചെയർമാൻ ഗുഹരാജ് കൊച്ചിക്കാട്ട്, ജനറൽ കൺവീനർ ജ്യോതിബാസ് തേവർക്കാട്ടിൽ, ജോയിന്റ് കൺവീനർ മണി വെന്നിക്കൽ, ഖജാൻജി സുവീഷ് KP, രക്ഷാധികാരികൾ ഹരിശാന്തി, NS സജീവ്, തിലകൻ പൈനാട്ട്, ND ധനേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് കേരളം, രണ്ടാമത്തേത് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്, മൂന്നാമത്തേത് ബംഗാൾ. ഈ 3 സ്റ്റേറ്റുകളിലുള്ള ഹിന്ദുക്കളെയാണ് നമ്മൾക്ക് എത്ര പറഞ്ഞാലും എത്ര തന്നെ നേരെയാക്കാൻ നോക്കിയാലും നേരെയാകാത്ത സംസ്ഥാനങ്ങളായിട്ട്. കാരണം വേറൊന്നുകൊണ്ടല്ല, നമ്മളുടെ ഈ കഴിഞ്ഞ എടത്തിരുത്തിയിലെ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ചില മണ്ഡലങ്ങൾ നമ്മൾക്ക് പോയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ KV പവിത്രന്റെ നേതൃത്വത്തിൽ പൊതുകിണറിന്റെ ശുചീകരണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ പൊതുകിണർ 10ാം വാർഡ് മെമ്പർ പവിത്രന്റെ നേതൃത്വത്തിൽ സൗഹൃദയ പുരുഷ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങളും കൂടിയാണ് വാർഡിലെ പൊതുകിണറും പരിസരവും കിണറിനോട് ചേർന്നുള്ള വാട്ടർ കിയോസ്കിയും ശുചീകരണം നടത്തിയത്. സംഘം പ്രസിഡന്റ് ജോൺസൺ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തേക്കേപ്പുരയ്ക്കൽ, മുതിർന്ന സംഘം അംഗങ്ങളായ VK ബഷീർ, സജീവ് അന്തിക്കാട്, രാകേഷ് ഏങ്ങൂർ, വിനേഷ് അമ്പലത്ത്, ബിമൽ, രാജേഷ്, സുനിൽ പൂക്കാട്ട്, ഷൈജു എന്നിവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് 10ാം വാർഡിലെ ഒരു പൊതു കുടിവെള്ള കിണറാണത്. നമ്മളത് മുൻപ് സൗഹൃദ പുരുഷ സ്വയം സംഘത്തിൻ്റെ ഒരു 10-15 പേര് കൂടിയിട്ട് പുനർനിർമ്മാണം നടത്തി. അത് ഒരുപാട് പേർക്ക് വാർഡിലെ എന്നല്ല എല്ലാ വാർഡിലെയും ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലീനിങ് കൂടി ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു 2-3 മണിക്കൂറായിട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നാട്ടിക പഞ്ചായത്തിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും സൗഹൃദ പുരുഷ സ്വയം സഹായത്തിന് വേണ്ടിയിട്ടും വാർഡ് മെമ്പറായ ഞാനും നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടിയിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. പൂനെ മെഡിക്കൽ കോളേജിൽ നിന്നും പാത്തോളജിയിൽ MD ഗോൾഡ് മെഡലോടെ പാസ്സായ മണലൂർ 2ാം വാർഡിൽ താമസിക്കുന്ന കുറുവങ്ങാട്ടിൽ സദാനന്ദന്റെ മകൾ മേജർ ഡോക്ടർ ഉത്തര സദാനന്ദന് CPIM മണലൂർ വടക്കു ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു. മണലൂർ MLA മുരളി പെരുന്നല്ലി ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുധർമ്മൻ ചിരുകണ്ടത്ത്, VN സുർജിത്ത്, KV ഡേവിസ്, MK സദാനന്ദൻ, KS അനിൽ എന്നിവർ സംസാരിച്ചു. മേജർ ഡോക്ടർ ഉത്തര സദാനന്ദൻ മറുപടി പ്രസംഗം നടത്തി. കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ആംബുലൻസിൽ
മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ പുള്ളിയിൽ നിന്ന് MD പാത്തോളജിയിൽ MD നേടി. ഇപ്പോൾ മേജർ പദവിയിൽ മൈനറായിരുന്ന ഒത്തിരിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് MDയും കൂടി നേടിയിരിക്കുകയാണ്. ഏതായാലും ഈ പ്രവർത്തനം ഡോക്ടർമാരുടെ പ്രവർത്തനം നമുക്കറിയാം, ഗ്രാമീണ മേഖലയിലെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ സർവീസിൽ നമ്മുടെ ഗ്രാമത്തിൽ വന്നിട്ട് പ്രവർത്തിക്കുക എന്നത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അവരെവിടെ തീരുമാനിക്കുന്നു അവിടെയല്ലേ പ്രവർത്തിക്കുന്നവരാണ്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ EG സജിമോന് യാത്രയയപ്പും നൽകി. ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ രാജേഷ് തമ്പൂരു മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പാൾ J സദഖത്തുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, സീനിയർ അധ്യാപിക KC ഗംഗ, മതിലകം BPC NC പ്രശാന്ത്, SMC ചെയർപേഴ്സൺ KK ഖസീമ, MPTA പ്രസിഡന്റ് CS ശ്രീകല, VHSC പ്രിൻസിപ്പൽ EP സിജിമോൾ, കയ്പമംഗലം ഫിഷർമെൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് RR രാജേന്ദ്രൻ, LP വിഭാഗം പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി, SMC മെമ്പർ KP ഷാജി, പ്രോഗ്രാം കൺവീനർ V മായാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ LP വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണിയെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആ ഇടപെടൽ തീർച്ചയായും വളരെ സൗഹൃദപരമാണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങൾ PTA, MPTA, പൂർവ്വ വിദ്യാർത്ഥി മറ്റത് എനിക്കൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത രീതിയിലുള്ള ആളുകളും ഇവിടെ മിക്കവാറും അതിൻ്റെ കൂടിച്ചേർന്നുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഏത് സംവിധാനങ്ങളുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസ പ്രക്രിയ ഏറ്റവും ശക്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നവരാണ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്കിന്റെ 43ാം വാർഷിക സമ്മേളനം നടന്നു. മതസൗഹാർദ്ദത്തിന് മാതൃകയായി കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയും കരയാമുട്ടം ജുമാ മസ്ജിദും. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.